ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് പരിപ്പ് വടയാണ്. രണ്ട് രീതിയിൽ തയ്യാറാക്കി കാണിക്കുന്നുണ്ട്. അതിൽ ഉള്ളിയോ വെളുത്തുള്ളിയോ ചേർത്തിട്ടില്ല. ആദ്യത്തെ രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. രണ്ടാമത്തെ രീതിയിലെന്ന് പറയുമ്പോൾ അതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും അകത്ത് കുറച്ച് സോഫ്റ്റായിരിക്കും. ഇതിലും ശകലം ഉഴുന്നും ചേർക്കുന്നുണ്ട്. ആദ്യത്തെ രീതിയിൽ ഉഴുന്ന് ചേർക്കുന്നില്ല. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് വടപ്പരിപ്പ് എന്ന് പറയും, ഇല്ലെങ്കിൽ മട്ടർ ദാൾ വെച്ചാണ് തയ്യാറാക്കുന്നത്. അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ കടലപ്പരിപ്പ് വെച്ചും തയ്യാറാക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് വടപ്പരിപ്പാണ് നല്ലത്. അതിനായിട്ട് ഒരു 1/2 കിലോ വടപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഓവർനൈറ്റാണ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടെ 1 ടേബിൾ സ്പൂൺ പച്ചരിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ നന്നായിട്ട് കുതിർത്ത് വയ്ക്കുക. നന്നായിട്ട് കഴുകി ഒരരിപ്പയിലത് വെള്ളം വാലാനായിട്ട് മാറ്റി വയ്ക്കുക. അത് ഏകദേശം ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇതുപോലെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കുക. കൂടെ ഒരു പിടി വടപ്പരിപ്പ് മാത്രം മാറ്റി വെച്ചിട്ട് വേണം നമ്മളത് അരയ്ക്കാനായിട്ട്. മുരുമുരിപ്പ് കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ് ഇതുപോലെ വെള്ളം വാർക്കാനായിട്ട് വയ്ക്കുന്നത്. ഈ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ചുമന്ന മുളകും ഒരു കഷ്ണം ഇഞ്ചിയും ആദ്യം ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. മാറ്റി വെച്ചതിന് ശേഷം ശകലമായിട്ട് പല ബാച്ചസായിട്ട് നമുക്ക് വാർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് അരച്ചെടുക്കുക. തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക, മഷി പോലെ അരയ്ക്കേണ്ട. ഇതുപോലെ നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. എല്ലാ ബാച്ചും അരച്ചെടുത്തതിന് ശേഷം അതിലാവശ്യമുള്ള കരിവേപ്പിലയൊക്കെ ചേർക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പിടിയോളം വടപ്പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കായപ്പൊടി ഇതെല്ലാം അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കരിവേപ്പില, നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മുളകും ഇഞ്ചി, കൂടെ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. കറക്റ്റായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് വട തട്ടുന്ന രീതിയിൽ നന്നായിട്ട് ഉരുട്ടാനും പറ്റും, വട തട്ടാനും പറ്റും. ഇതിലൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല അരയ്ക്കാനായിട്ട്. അപ്പം കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും കറക്റ്റ് ഷേപ്പ് കിട്ടാനുമായിട്ടാണ് വെള്ളത്തിലൊന്ന് കൈ ഇതുപോലെ നനച്ചിട്ട് വട തട്ടിയാൽ മതി. കറക്റ്റായിട്ട് നമുക്ക് എല്ലാ വടയും തട്ടിയെടുക്കാം. നടുഭാഗം ഒത്തിരി വണ്ണത്തിൽ വരാൻ പാടില്ല, അപ്പോൾ അത് നടുഭാഗം വേകാതെ വരും. അതുകൊണ്ട് കറക്റ്റായിട്ട് തട്ടിയെടുക്കുക. എണ്ണ ചൂടായോ നോക്കാനായിട്ട് ശകലം മാവ് ഇതുപോലെ ഇടുമ്പോൾ അത് പൊങ്ങി വരണം. എന്നിട്ട് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ബാക്കിയുള്ള വട കയ്യിൽ വെച്ച് തട്ടിയിടുക. എത്ര എണ്ണ വെച്ചിട്ടുണ്ടോ അതനുസരിച്ച് തട്ടുക. ഇതിലിപ്പം ചെറിയ ചട്ടിയിലായതുകൊണ്ട് ഒരു 6 വടയാണ് ഒരു ബാച്ചിൽ തട്ടിയിട്ടിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ തിരിച്ചും മറിച്ചും സൈഡ് മാറ്റി കൊടുത്ത് നല്ല ഗോൾഡൻ കളർ, ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക. അതിൻ്റെ എണ്ണയുടെ ഒച്ച നന്നായിട്ട് കുറഞ്ഞു വരികയും ചെയ്യും. അപ്പം അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് നന്നായിട്ട് അറിയാനും പറ്റും. ഏകദേശം എണ്ണയുടെ ഒച്ച ഇപ്പം എണ്ണ പതയുന്നത് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്കത് കോരി മാറ്റി വയ്ക്കാം. തീ കൂട്ടുകയാണെങ്കിൽ നടുഭാഗവും വേവത്തില്ല, ആ മുരുമുരിപ്പും കിട്ടത്തില്ല. ഇതുപോലെ നല്ല മുരുമുരിപ്പായിട്ട് കോരി മാറ്റി വെച്ചതിന് ശേഷം അതെങ്ങനെയുണ്ടെന്ന് ഇത് കാണിക്കുന്നുണ്ട്. ഇതിൽ ഒട്ടും ഉഴുന്ന് ചേർത്തിട്ടില്ല, അതുകൊണ്ട് നല്ല ക്രിസ്പായിട്ടിരിക്കും. ഈ രീതിയിൽ നമ്മൾ വട തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെറിയ ഉള്ളിയോ സവാളയോ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ 2 രീതിയിലും ഉള്ളിയും സവാളയും ഇല്ലാതെയാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ രീതിയിലെന്ന് പറയുമ്പോൾ നമ്മൾ അരയ്ക്കുന്നതിന് തൊട്ട് 1 മണിക്കൂറിന് മുമ്പ് ഉഴുന്നും കൂടെ 1 മണിക്കൂർ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് കഴുകിയെടുക്കുക. നമ്മളിത് വാലാൻ വെക്കുന്ന സമയത്ത് ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് 1 മണിക്കൂർ ഉഴുന്ന് കുതിർന്നും കിട്ടും,
വെള്ളം നന്നായിട്ട് വാർന്ന് കിട്ടുകയും ചെയ്യും. ബാക്കിയെല്ലാം പഴയത് ചെയ്തതുപോലെ തന്നെ മുളകും ഇഞ്ചിയും ചതയ്ക്കുക. വടപ്പരിപ്പ് ഇതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഒരു പിടി അല്ലാതെ തന്നെ നമ്മൾ ആദ്യമേ മിക്സിംഗ് ബൗളിൽ ഇട്ടിട്ടുണ്ട്. കൂടെ ഉഴുന്നും എത്രത്തോളം വെള്ളം കുറച്ച് ഒഴിച്ച് നല്ല പതഞ്ഞ് വരുന്ന രീതിയിൽ അരച്ചെടുക്കാൻ പറ്റുമോ, നല്ല മഷി പോലെ അതേ രീതിയിൽ അരച്ചെടുക്കുക. കൂടെ കരിവേപ്പിലയും കായപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിൽ ഈ ഉഴുന്നിലുള്ള ശകലം വെള്ളം കൂടെ വരും, എങ്കിലും വട നമുക്ക് കറക്റ്റായിട്ട് തട്ടിയിടാനായിട്ട് പറ്റും. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം എങ്ങനെയാണോ വട തട്ടിയത് കൈയൊന്ന് നനച്ചതിന് ശേഷം വട അതുപോലെ തന്നെ തയ്യാറാക്കി ചൂടെണ്ണയിൽ കോരിയിടും. നമ്മൾ തട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നടുഭാഗം ഒരുപാട് കനം കൂടി വരരുത്. അങ്ങനെയാണെങ്കിൽ നടുഭാഗം വേവത്തില്ല. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ശകലം മാവ് ഇട്ട് ഒന്ന് പൊങ്ങി വരുന്നത് വരെ ഒന്ന് വെയിറ്റ്. അപ്പോൾ എണ്ണ കറക്റ്റായിട്ട് ചൂടായിരിക്കും. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കറക്റ്റായിട്ട് എണ്ണ എത്രയാണോ അതനുസരിച്ച് വട തട്ടി കോരിയെടുക്കുക. നന്നായിട്ട് മുരുമുരാന്ന് വരുന്ന ഈ രീതിയിലാവുമ്പോൾ കോരി മാറ്റി വയ്ക്കുക. ആദ്യത്തെ വടയിൽ നിന്നും ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ആ ഉഴുന്ന് ചേർത്തിരിക്കുന്നത് കൊണ്ട് പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ അകത്ത് ആദ്യത്തേതിൻ്റെ അത്ര ക്രിസ്പി ആയിരിക്കത്തില്ല, കുറച്ച് സോഫ്റ്റ് ആയിരിക്കും ഈ വട. രണ്ട് രീതിയിലും നമുക്ക് പരിപ്പ് വട തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം എത്രത്തോളം അത് മുരുമുരാന്നിരിക്കുന്നതെന്ന്. നൈവേദ്യത്തിനൊക്കെ വയ്ക്കുന്നതിന് ഇതുപോലെ ഉള്ളി ചേർക്കാതെയാണ് രണ്ട് രീതിയിലും തയ്യാറാക്കി കാണിച്ചിരിക്കുന്നത്. രണ്ട് രീതിയിലും തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.